ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് വെയിറ്റേജ് ആണ്. നമ്മുടെ MG യൂണിവേഴ്സിറ്റി 6th സെമസ്റ്ററിൽ ഓപ്ഷണൽ കോഴ്സായിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക്സും ഓരോ മോഡ്യൂളിനകത്തും മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ച എക്സാം ഈസിലി പാസ്സാകുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റാണ്. നമുക്കധികം സംസാരിക്കേണ്ട മോഡ്യൂൾ 1ലേക്ക് പോകും. മോഡ്യൂൾ 1 നിങ്ങൾക്ക് 24 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 2 വെരി ഷോർട്ട്, ഒരു ഷോർട്ട് എസ്സേ, ഒരു എസ്സേ. ഓക്കെ, 24 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് മോഡലിലേക്ക് പോകുകയാണെങ്കിൽ 31 to 33 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദാറ്റ് മീൻസ് 3 to 4 വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, 2 ഷോർട്ട് എസ്സേ, ഒരു എസ്സേ. തേർഡ് മോഡലിലേക്ക് പോകുകയാണെങ്കിൽ ലെസ് പ്രൈവറ്റ് കൊടുത്താൽ മതിയാവും, ലാസ്റ്റ് മൊമെൻറ്റിൽ പ്രിപ്പയർ ചെയ്താൽ മതിയാവും. ഇവിടെ നിങ്ങൾക്കൊരു 1 to 2 വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും 2 ഷോർട്ട് എസ്സേയും, പിന്നെ ഇവിടുന്ന് എസ്സേ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, സോ ഏകദേശം ഒരു 12 to 27 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 12 പിടിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ലെസ് പ്രയോറിറ്റി കൊടുത്താൽ മതി. 1, 2, 5 മോഡ്യൂൾ ആദ്യം പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രം 3, 4 മോഡ്യൂളിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ 4th മോഡ്യൂളിലേക്ക് പോകണമെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ തേർഡ് പറഞ്ഞ പോലെ തന്നെ ലെസ് പ്രയോറിറ്റി കൊടുക്കുക. 17 to 24, 29 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വരുന്നത്. സോ ഇവിടുന്ന് 2 ഷോർട്ട് എസ്സേ, 2 വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. എസ്സേ വരാൻ ചാൻസ് വളരെ കുറവാണ്. സോ 17 മാർക്സ് കൺസിഡർ ചെയ്താൽ മതിയാവും. സോ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ 5ാമത്തെ മോഡ്യൂളിലേക്ക് പോകുകയാണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മോഡ്യൂളാണ്. 1 and 2 പോലെ തന്നെ 31 to 46 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, 31 to 46 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നൊരു മോഡ്യൂളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 3 വെരി ഷോർട്ട്, അതുപോലെ തന്നെ 2 ഷോർട്ട് എസ്സേ, 1 to 2 എസ്സേ വരുന്ന ഒരു മോഡ്യൂളാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. 31 മാർക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻറ്റ് മോഡ്യൂളാണ്. അപ്പോൾ മനസ്സിലായാലും ഏതൊക്കെയാണ് 3 മോഡ്യൂൾ നിങ്ങൾക്ക് നല്ലപോലെ കവർ ചെയ്യേണ്ടത്. 1 + 2 + 5. അപ്പോൾ ഈ 3 മോഡ്യൂളിൽ നിന്ന് ഏകദേശം 31, 62 മാർക്കും പ്ലസ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ 24 മാർക്കും കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്രയായി? 86 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ 3 മോഡ്യൂളിൽ മാത്രം നിങ്ങൾക്ക് എക്സാമിന് വരും. അപ്പോൾ ഇത് ഈ 86 മാർക്കിന് വേണ്ടി നിങ്ങൾ കവർ ചെയ്യുകയാണ്. ഇപ്പോൾ ടോപ്പിക്സ് കവർ ചെയ്ത് മറ്റുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലേക്ക് എഴുതുകയാണെങ്കിൽ 70+ മാർക്ക് കിട്ടുകയല്ലേ അല്ലേ? പിന്നെ അതിൻ്റെ കൂടെ വേറൊരു മോഡ്യൂൾ പഠിക്കുകയാണെങ്കിൽ, 3rd or 4th ഏതെങ്കിലും മോഡ്യൂൾ പഠിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്കൊരു A+ ഒക്കെ മേടിക്കാം. ഇനി അതല്ല, ലാസ്റ്റ് മൊമെൻറ്റിൽ എക്സാമിന് എങ്ങനെയും ഒരു 40-50 മാർക്ക് മേടിച്ച് പാസ്സായ മതിയുള്ളതാണെങ്കിലും 1 and 2 മോഡ്യൂൾ കവർ ചെയ്താൽ മതി, അല്ലെങ്കിൽ 1 ഉം 5 കവർ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്സിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് മോഡ്യൂളിൽ റോൾ ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, അതായത് റോൾ ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ സിലബസ് ഈ ടോപ്പിക്കിൽ ഡെഫിനേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ബേസിക് ഹെൽത്ത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഹോസ്പിറ്റൽസ്. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകണമെങ്കിൽ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഓണർഷിപ്പാണ്. അതായത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നിട്ട് പഠിക്കുക. പബ്ലിക് ഹെൽത്ത് സർവീസസ് ഇൻ ഇന്ത്യ. സ്പെഷ്യലൈസേഷൻ ആൻഡ് സർവീസ് കാറ്റഗറിയിലേക്ക് പോകുകയാണെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ്, ഡയബറ്റിക് ക്ലിനിക്സ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കോൺസെപ്റ്റ് പഠിച്ചിരിക്കുക. ഹോമിയോപ്പതി എന്താണ്, ആയുർവേദ അലോപ്പതി സർവീസസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് ടൂറിസം. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോകുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലാണ്. ഇവിടെ HRM സ്റ്റാഫിംഗ്, എൻ്റെ കീഴിൽ റോൾ ഓഫ് HRM ഇൻ ഹോസ്പിറ്റൽസ്, ഹെഡ് നഴ്സ് വേഴ്സസ് സ്റ്റാഫ് നഴ്സ്, അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, കോമൺ HRM പ്രോബ്ലംസ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് സൊല്യൂഷൻസ്. അത് തന്നെ പറഞ്ഞ ടോപ്പിക്സ് കവർ ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുക. പറഞ്ഞു പോയി കഴിഞ്ഞാൽ ലെങ്തി ആവും വീഡിയോ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ബഡ്ജറ്റ് എന്തെങ്കിലും ടോപ്പിക്സാണ് കൊടുത്തിരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് ഇൻ ഹോസ്പിറ്റൽസ്, ഇതൊക്കെ ആദ്യം കവർ ചെയ്തിരിക്കുക. മൊഡ്യൂൾ 3ലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 3 and 4 ലെസ് പ്രയോറിറ്റി ആൻസർ. ലാസ്റ്റ് മുമ്പിൽ ഈ പറഞ്ഞ ടോപ്പിക്സ് മാത്രം കവർ ചെയ്താൽ മതിയാവും ഈ 2 മോഡ്യൂളിൽ നിന്ന്. ബാക്കി 1 and 2 and 3 മോഡ്യൂൾസ് നമ്മൾ കവർ ചെയ്തിരിക്കുക. ലാസ്റ്റ് മുമ്പിൽ പോയിട്ട് ഈ 3, 4 മോഡ്യൂൾ കവർ ചെയ്തിരിക്കുക. ഓക്കെ, നിങ്ങളുടെ മാർക്ക് പല ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ
ചിലർക്ക് ഫുൾ മാർക്ക് മേടിക്കുന്നുള്ളവരാണെങ്കിൽ 1ഉം 2ഉം 3ഉം 1ഉം 2ഉം 5ഉം അതിനുശേഷം 3ഓ 4ലോ പോയിട്ട് ഈ പറഞ്ഞ ടോപ്പിക്സിലോ കവർ ചെയ്യാം. ഇനി അതിലൊരു 50-60 മാർക്ക് മേടിക്കുന്നുള്ളവരാണെങ്കിൽ 1ഓ 5ഓ അല്ല 1ഓ 2ഓ ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളതാണെങ്കിൽ 1ഉം 2ഉം മാത്രം പഠിച്ചാൽ മതിയാവും. ഈസിയാണ്. മൊഡ്യൂൾ 4ലേക്ക് വേണ്ടി ഹോസ്പിറ്റൽ സർവീസസ് ആണ്. അതിനകത്ത് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കാർഡിയോളജി എന്താണ്, യൂറോളജി എന്താണ്, ENT, ഗൈനക്കോളജി ഇങ്ങനെയൊക്കെ 5 മാർക്ക് ഷോർട്ട് ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പാകത്തിന് അതിൻ്റെ ഒരു നോളജ് ഉണ്ടാകും ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ. ക്ലിനിക്കൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസസ്. മൊഡ്യൂൾ 5ലേക്ക് വേണമെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ടൂറിസം, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ലീഗൽ ആസ്പെക്ട്സിനെ പറ്റി ആ ഒരു ഹെഡിൻ്റെ കീഴിലുള്ള ആ ഒരു ടോപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ടോപ്പിക്സും പഠിച്ചിരിക്കുക. ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പല ടൈപ്സ് ഉണ്ടല്ലോ. ഫങ്ഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് മെയിൻ്റനൻസ്. ഹെൽത്ത് ടൂറിസം ടോപ്പിക്കിലേക്ക് പോകണമെങ്കിൽ റോൾ ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ പ്രൊമോട്ടിംഗ് ഹെൽത്ത് ടൂറിസം, ഫേമസ് ഹോസ്പിറ്റൽസ് contributing to health tourism, challenges in Indian health tourism. അപ്പോൾ ഇതൊക്കെയാണ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. പിന്നെ വെയിറ്റേജ്. അപ്പോൾ ഇതനുസരിച്ച് പഠിച്ചിരിക്കുക. എക്സാം ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ. ഇവിടെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.